പല്ലവി, ഐ എം സോറി എന്നുള്ള നന്ദനയുടെ വാക്കുകൾ കേട്ടതും ചില്ലുവും പവിയും നടത്തു നിർത്തി തിരിഞ്ഞു നന്ദുവിനെ സംശയത്തോടെ നോക്കി. ഞാനാ പല്ലവിയെ വണ്ടിയിടിച്ചു കൊല്ലാൻ നോക്കിയതും പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതും അല്ലാതെ എൻ്റെ ഏട്ടനല്ല. ഞാൻ പല്ലവിയോട് സോറി പറയാൻ വേണ്ടി വന്നതാ. സോറി പറഞ്ഞല്ലോ, ഇനി പൊയ്ക്കൂടെ? പക്ഷേ മാപ്പ് തരണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. അവൾ പുതിയ അടവും കൊണ്ട് വന്നിരിക്കുന്നു എന്നും പറഞ്ഞ ചില്ലു പവിയുടെ കൈയും പിടിച്ചു മുന്നോട്ട് നടന്നു. അവരുടെ പോക്ക് കണ്ട് നന്ദനയുടെ കണ്ണുകൾ ക്രൂരമായി തിളങ്ങി. അതിനിടയിൽ പവിയൊന്ന് തിരിഞ്ഞു നോക്കിയതും നന്ദു പവിയെ നോക്കിക്കൊണ്ട് തൻ്റെ ചെവിയെ പിടിച്ചു സോറി പറയുന്നത് പോലെ കാണിച്ചു. നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നത് എന്നും പറഞ്ഞു ചില്ലു പവിയുടെ കൈയും പിടിച്ച് വലിച്ചു കൊണ്ടുപോയി. അന്ന് വൈകുന്നേരം കോളേജ് ടർഫിൽ ബാഡ്മിൻ്റൺ പ്രാക്ടീസ് നടക്കുകയാണ്. സിദ്ധുവും ഫ്രണ്ട്സും ബാക്കി പ്ലെയേഴ്സ് എല്ലാവരും എത്തുന്നതേയുള്ളൂ. ഷാനു നേരത്തെ എത്തി. കൂടെ അവൻ്റെ വാലുകളും. അവരൊക്കെ വരുന്നത് വരെ ഷാനുവിനൊരു കമ്പനി കൊടുക്കാൻ വേണ്ടി പവി കളത്തിലിറങ്ങി. അവൾ ചെറുതായി കളിക്കും എന്നല്ലാതെ അവൾക്ക് കാര്യമായി ഒന്നും അറിയില്ലായിരുന്നു. സിദ്ധുവും കൂട്ടുകാരും അങ്ങോട്ട് വന്നതും പവിയും ഷാനുവും കൂടി സിംഗിൾസ് കളിക്കുന്നതാണ് കാണുന്നത്. അത് കണ്ടതും സിദ്ധു പവിയുടെ കൂടെ ജോയിൻ ചെയ്തു. തേജ് ഷാനുവിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് ഡബിൾസ് കളിക്കാൻ തുടങ്ങി. പവി അന്നേരം സിദ്ധുവിനൊന്ന് നോക്കിയതും കളിക്ക് എന്ന പോലെ അവൻ കണ്ണുകൊണ്ട് കാണിച്ചു. കളി രസം പിടിച്ചു വന്നതും സിദ്ധുവും പവിയും നല്ല രീതിയിൽ കളിച്ചു ഷാനുവിൻ്റെ ടീമിനെ തോൽപ്പിച്ചു. അന്നേരം സന്തോഷം കൊണ്ട് പവി സിദ്ധുവിന് കൈമുട്ടിച്ചു. നമുക്കൊരു കൈ നോക്കിയാലോ എന്നുള്ള സിദ്ധുവിൻ്റെ പറച്ചിൽ കേട്ട് പവി ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീട് അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ കളിക്കാൻ തീരുമാനിച്ചു. സിദ്ധുവിന് മുന്നിൽ ജയിക്കുക എളുപ്പമല്ലെന്നറിയാവുന്നവൾ അവനെ തോൽപ്പിക്കാൻ മറ്റ് പല വഴികളും നോക്കിയെങ്കിലും അവൻ അതിനൊക്കെ ഒടിച്ചു മടക്കി കയ്യിൽ കൊടുത്തു. ഒടുവിൽ അവൾ തോൽവി സമ്മതിച്ചു. അതെ, നാളെയാണ് ഇന്റർ കോളേജ് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് നടക്കുന്നത്. അതും നമ്മുടെ ഈ കോളേജിൽ. ഞാൻ ടൂർണമെൻറ്റിലെ ബെസ്റ്റ് പ്ലെയറായ എനിക്കെന്ത് തരും? സിധു പ്രതീക്ഷയോടെ പവിയെ നോക്കി. ഒന്നും തരില്ല. അതെന്താ അങ്ങനെ? നീ ഷാനുവിനോട് പറഞ്ഞല്ലോ നന്നായി കളിച്ച ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന്. ആ പറഞ്ഞു. അവനെൻ്റെ ഫ്രണ്ടല്ലേ, നീ എൻ്റെ ആരുമല്ലല്ലോ. നീ എന്തൊരു സാധനാടി, ഒരിത്തിരി ദയ നിനക്കില്ലല്ലോ. ഇല്ല, അതിനി ഉണ്ടാവാനും പോണില്ല. പിന്നെ അനിയത്തി രാവിലെ സോറിയും കൊണ്ട് എൻ്റെ മുന്നിൽ വന്നായിരുന്നു. എന്നിട്ടെന്താ ചില്ലു ആട്ടി ഓടിച്ചു. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. എവിടെ നിന്ന് കിട്ടി അതുപോലെ ഒരെണ്ണത്തിനെ? വല്ലാത്ത ജാതി. ഞങ്ങളെ ഒരു വീട്ടിൽ താമസിച്ചാൽ ശരിയാവില്ല. ഓ അതാണോ? നമുക്കേ മാറി താമസിക്കാനേ. ഞാനും നീയും പിന്നെ നമ്മുടെ സിദ്ധു അത്രയും പറഞ്ഞു നിർത്തി. അയ്യേ, പൊയ്ക്കോണം അവിടെ നിന്ന്, നാണമില്ലാത്തവൻ. അതിനെന്തിനാ നാണിക്കുന്നേ? കല്യാണം കഴിച്ച് കൊച്ചുങ്ങളുണ്ടാവുന്നതേ സർവ്വസാധാരണമാണ്. പോ അവിടെ നിന്ന്. പവി അവനെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു. അതെ, നാളെ ഞാൻ ബെസ്റ്റ് പ്ലെയറായ എനിക്കൊരു ഉമ്മ തരുമോ? അവൻ അവളുടെ പിന്നിലൂടെ നടന്നുകൊണ്ട് പറഞ്ഞു. പോടാ പോടാ എന്നും പറഞ്ഞ് അവൾ അവനെ പുച്ഛിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. പിന്നാലെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധുവും. പെട്ടെന്നാണ് അവർക്ക് മുന്നിലേക്ക് നന്ദന കടന്നു വരുന്നത്. പ്രതീക്ഷിക്കാതെയുള്ള നന്ദനയുടെ വരവ് കണ്ടതും സിദ്ധു ഒന്ന് പതറി. പവിയിൽ പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നും ഇല്ലായിരുന്നു. പല്ലവി രാവിലെ പറഞ്ഞത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഞാൻ പല്ലവിയെ ദ്രോഹിച്ചിട്ടുണ്ട് ഒരുപാട്. അത് കൂടിപ്പോയെന്ന് പിന്നീടാണ് മനസ്സിലാവുന്നത്. നിനക്ക് വേണ്ടി എൻ്റെ ഏട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു, തല്ലി. എൻ്റെ ഏട്ടൻ എന്നോട് തുറന്നു പറഞ്ഞു ആൾക്ക് നിന്നെ ജീവനാണെന്ന്. ആരൊക്കെ എതിർത്താലും നിന്നെ സ്വന്തമാക്കുമെന്ന്. എനിക്കറിയാം നിനക്കെന്നോട് ദേഷ്യമാണെന്ന്. എന്നോടുള്ള ദേഷ്യം എൻ്റെ ഏട്ടനോട് കാണിക്കരുത്. ഏട്ടന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അത് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. ഇനി നിങ്ങളുടെ ഇടയിൽ തടസ്സമായി ഞാൻ വരില്ല. നിങ്ങൾ ഒരുമിച്ച് നടക്കുന്നത് കാണാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. സോറി ഫോർ എവറിത്തിങ്. നന്ദു അത് പറഞ്ഞപ്പോൾ പവിക്കൊരു തരം പുച്ഛമാണ് തോന്നിയത്. സിദ്ധുവിന് അവളുടെ ആ വാക്കുകളിൽ അത്ര ആത്മാർത്ഥതയുണ്ടെന്ന് തോന്നിയില്ല. പവി നീ ചെല്ല് എന്നുള്ള സിദ്ധുവിൻ്റെ പറച്ചിൽ കേട്ട് പവി നന്ദുവിനെ വല്ലാത്ത ഭാവത്തിൽ ഒന്ന് നോക്കി. അഭിനയാണെന്നേ ആരും പറയുകയില്ല. കഷ്ടം, ഏട്ടത്തി അനിയത്തിയും കണക്കാ എന്നും പറഞ്ഞ് അവൾ മുന്നോട്ട് നടന്നു. പവി പോയതും സിധു നന്ദുവിനെ ഒന്ന് നോക്കി. എന്താ നിൻ്റെ ഉദ്ദേശം? ഏട്ടാ, എനിക്കെൻ്റെ തെറ്റ് മനസ്സിലായി.
ഏട്ടൻ്റെ ആഗ്രഹം എന്താണോ അതുപോലെ നടക്കട്ടെ എന്ന് കരുതി. പല്ലവിക്ക് ഏട്ടൻ്റെ മേൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റണമെന്നും കരുതി. അല്ലാതെ ഞാൻ മതി. നന്ദു പറയുന്നതിനിടയിൽ സിധു കൈ ഉയർത്തി തടഞ്ഞു. ഇതിപ്പോൾ അവളുടെ തെറ്റിദ്ധാരണ കൂടുകയുള്ളൂ. ദയവ് ചെയ്ത് ഇതും പറഞ്ഞ് നീ ഇനി അവളുടെ മുന്നിൽ വരരുത്. എനിക്കറിയാം എന്താ വേണമെന്ന്. പിന്നെ മനസ്സിൽ എന്തെങ്കിലും കുരുട്ടുബുദ്ധി വെച്ചിട്ടാണ് ഈ പെരുമാറുന്നതെങ്കിൽ മോൾക്ക് ഈ ഏട്ടനെ നന്നായിട്ട് അറിയാമല്ലോ. അവളുടെ നിൽപ്പും പാവവും നോക്കിക്കൊണ്ട് സിദ്ധു പറഞ്ഞു. സിദ്ധു അത് പറഞ്ഞതും നന്ദു അറിയാം എന്ന പോലെ തലയനക്കി. എന്നവാ നമുക്ക് ഒരുമിച്ച് പോവാം എന്നും പറഞ്ഞ് സിദ്ധു മുന്നോട്ട് നടന്നതും തൻ്റെ പദ്ധതിയുടെ ആദ്യപടി വിജയിച്ചതിൻ്റെ സന്തോഷത്തിൽ നന്ദു പിന്നാലെ നടന്നു. ഇന്നാണ് ഇൻ്റർ കോളേജ് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് നടക്കുന്നത്. അന്ന് രാവിലെ പവിയെയും കാത്തു സിദ്ധു തൻ്റെ വണ്ടിക്കരികിലുണ്ടായിരുന്നു. ചില്ലുവിനെ സൈഡാക്കി സിദ്ധു പവിയുടെ കൂടെ നടന്നു. ഗുഡ് മോർണിംഗ് മൈ സ്വീറ്റ് ഹാർട്ട്. സിദ്ധു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തു. പവി ഒന്നും മിണ്ടിയില്ല. ഒരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യായിരുന്നു. ഒന്നുമില്ലേലും ഇന്നത്തെ ഡേയുടെ പ്രത്യേകത നിനക്ക് അറിയാവുന്നതല്ലേ. അത് കേട്ടതും താല്പര്യമില്ലാത്ത മട്ടിൽ അവൾ അവനൊരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തു. അതെ, ഞാൻ ഇന്നലെ ചോദിച്ചത് ഇപ്പം തന്നാലും മതി, ഒരു എനർജി ബൂസ്റ്റർ എന്ന പോലെ. സിദ്ധു അത് പറഞ്ഞതും എന്താ എന്ന പോലെ പവി അവൻ്റെ മുഖത്തേക്ക് ദൃഷ്ടി പതിപ്പിച്ചു. മുത്തുകൗ. അവൻ്റെ ആ പറച്ചിൽ കേട്ട് അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ഒരെണ്ണം എന്ന പോലെ അവൻ കെഞ്ചിയതും അവൾ അവനെ ശ്രദ്ധിക്കാതെ അല്പം വേഗത്തിൽ മുന്നോട്ട് നടന്നു. അന്നേരം സോറിയും പറഞ്ഞുകൊണ്ട് അവൻ പിന്നാലെ തന്നെ കൂടി. എന്നാൽ പിന്നെ ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞേക്ക്. സൗകര്യമില്ല എന്നും പറഞ്ഞവൾ മുന്നോട്ട് നടക്കുമ്പോൾ സിധുവിനത് എന്തോ വല്ലാത്തൊരു വേദന പോലെ തോന്നി. അവൻ പിന്നെ അവളുടെ കൂടെ നടന്നില്ല. അവൻ അവളുടെ കൂടെയുള്ള നടത്തം നിർത്തി തൻ്റെ കൂട്ടുകാരുടെ കൂടെ ഗ്രൗണ്ടിലേക്ക് നടന്നു. പവി തൻ്റെ നടത്തം നിർത്തി തിരിഞ്ഞു നോക്കി. കൂട്ടുകാരുടെ കൂടെ പോകുന്ന സിദ്ധുവിലേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടു. കളി തുടങ്ങാനിനി അരമണിക്കൂർ നേരം മാത്രമേ ബാക്കിയുള്ളൂ. സിദ്ധുവും ജീവയും നേരത്തെ ധരിച്ച ഡ്രസ്സ് മാറി ജേഴ്സിയും ഷോർട്സും ധരിച്ച് വരാന്തയിലൂടെ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് സിദ്ധുവിൻ്റെ ദേഹത്തേക്ക് കടലാസ് ചുരുട്ടിക്കൂട്ടി ആരോ എറിയുന്നത്. സിദ്ധു അത് എടുത്ത് തുറന്നു നോക്കി. ഓൾ ദി ബെസ്റ്റ് എന്നായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. സിദ്ധു കടലാസും കൈയിൽ പിടിച്ച് തിരിഞ്ഞു നോക്കി. ആ നിമിഷം ആരോ തൊട്ടരികിലെ ക്ലാസ് മുറിയിലേക്ക് ഓടി മറയുന്നത് സിദ്ധുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സിദ്ധു ചുണ്ടിലൂറിയ ചിരിയാലെ ആ ക്ലാസ് മുറിയിലേക്ക് നടന്നു. അവൻ ആ ക്ലാസ് മുറിക്കകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പവി ശ്വാസം അടക്കി പിടിച്ചു ചുവരിനോട് ചേർന്ന് നിന്നിട്ടുണ്ട്. പെട്ടെന്ന് സിദ്ധുവിനെ അവിടെ കണ്ടതും അവളിൽ ഒരു തരം വെപ്രാളം നിറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിന്ന് പരങ്ങി. ഒടുവിൽ അവനെ ശ്രദ്ധിക്കാതെ അവൾ അവിടെ നിന്ന് നടക്കാനൊരുങ്ങവേ അവൻ അവളുടെ ഇരു സൈഡിലായി ചുവരിൽ ഇരു കൈയും ചേർത്ത് വെച്ച് അവളെ ലോക്ക് ചെയ്ത് നിർത്തിയതും അവളുടെ നെഞ്ചിടിപ്പേറി വന്നു. വർദ്ധിച്ചു വന്ന നെഞ്ചിടിപ്പോടെ അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്തേക്ക് നീണ്ടു. അവൻ ആ നിമിഷം ഇമ ചെമ്മാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. എന്താ എന്ന പോലെ അവൻ പുരികം പൊക്കിയതും അവൾ ചുമൽ കൂച്ചി. സിധു മാറ്, എനിക്ക് പോകണം, അവൾ പറഞ്ഞു. പൊയ്ക്കോ. നീ മാറാതെ ഞാൻ എങ്ങനെ പോവും? മാറാം, പക്ഷേ എനിക്കൊരു സാധനം വേണം, അവൻ പറഞ്ഞു. മുത്തുകവായിരിക്കും. ഹേയ് അതല്ല, അതിപ്പോൾ വേണ്ട, പിന്നെ തന്നാൽ മതി. പിന്നെ അവൾ പുരികം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ഹഗ്. എന്നെ ഒന്ന് ഹഗ് ചെയ്യുമോ? പിന്നെ എനിക്കതല്ലേ പണി, താനൊന്ന് മാറിക്കേ. അവൾ കൃത്രിമ ദേഷ്യം കാട്ടി. എന്നാൽ ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടെ പ്ലീസ്. അവൻ അപേക്ഷ രൂപേണത് പറഞ്ഞതും അവൾക്ക് നിരസിക്കാനായില്ല. അവൻ അവളോട് ചേർന്ന് നിന്ന് ഏറെ പ്രണയത്തോടെ അവൻ അവളെ ഇറുകെ പുണർന്നു. ഹൃദയത്തെ ചേർത്ത് പിടിച്ച നിമിഷം ഇരുവരുടെയും ശ്വാസോച്ഛ്വാസം ഉച്ചത്തിലായി. എന്തോ ആ നിമിഷം അവൾ അവനെ എതിർക്കാതെ അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു. ആ നിമിഷം ഒരിക്കലും അവസാനിക്കരുതെന്ന് ഇരുവരും ഒരുപോലെ ആഗ്രഹിച്ചു പോയിരുന്നു. എന്നാൽ സമയത്തിൻ്റെ പരിമിതി മൂലം അവൻ അവളെ തൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി. നാണവും ചമ്മലും കാരണം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതേയില്ല. ഒപ്പം അവന് മുന്നിൽ തോറ്റുകൊടുക്കില്ലെന്ന വാശിയും. അവൻ അവളുടെ താടി പിടിച്ചുയർത്തി തനിക്ക് നേരെ മുഖമടുപ്പിച്ചു. ആ നിമിഷം അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ മിഴികൾ താഴ്ത്തിക്കളഞ്ഞു. എനിക്കറിയാം പവി, നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്. പിന്നെ എന്തിനായി ചാടാ? നിനക്ക് എന്നെ ഇനിയും വിശ്വാസമായില്ലേ? ഞാൻ നിന്നെ ഇനിയും പറ്റിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ
പിന്നെ ഈ ഭൂമിയിൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. അവനത് പറഞ്ഞതും ഒരു വേള അവളുടെ കണ്ണുകൾ അവനെ തേടിയെത്തി. ആ നിമിഷം അവൻ്റെ കണ്ണുകൾ പ്രണയത്തോടെ അവളുടെ മുഖത്ത് അലയുന്നുണ്ട്. ഇരുവരുടെയും കണ്ണുകൾ ഒരു നിമിഷം കൊരുത്തു വലിച്ചു. അവൻ്റെ കണ്ണുകൾ അവളോട് എന്തൊക്കെയോ പറയുന്നത് പോലെ. അവൻ്റെ ഉള്ളിലെ പ്രണയം അവൾക്ക് അവൻ്റെ കണ്ണിലൂടെ കാണാമായിരുന്നു. രണ്ടുപേരും കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയ വേളയിൽ സിദ്ധു തൻ്റെ കൈവിരലിനാൽ അവളുടെ കവിളിൽ പതിയൊന്ന് തഴുകി. അവളുടെ കണ്ണുകൾ ഒരു നിമിഷം അടഞ്ഞുപോയി. അവളുടെ പിടക്കുന്ന മിഴികളും വിറകൊള്ളുന്ന അതരങ്ങളും അവനെ വല്ലാതെയാക്കി. അവൻ തൻ്റെ ചൂണ്ടുവിരലിനാൽ അവളുടെ അതരങ്ങൾ മെല്ലെയൊന്ന് തഴുകി. അവളുടെ ഉള്ളമൊന്ന് വിറച്ചു. അടുത്ത നിമിഷം അവൻ്റെ അതരങ്ങൾ അവളുടെ അതരം ലക്ഷ്യം വെച്ച് നീങ്ങി. ഇരുവരുടെയും അതരങ്ങൾ തമ്മിലിപ്പോൾ നൂലിഴ വ്യത്യാസത്തിലാണുള്ളത്. സ്വബോധം വീണ്ടെടുത്തവൾ അവൻ്റെ ചുണ്ടിന് കുറുകെ തൻ്റെ കൈവച്ച് തടഞ്ഞു. മിഴിഞ്ഞ കണ്ണാൽ അവൻ അവളെ നോക്കി. അന്നേരം വേണ്ട എന്ന പോലെ അവൾ തലയനക്കി. ചുണ്ടിൽ വിരിഞ്ഞ ചിരിയാൽ അവൻ അവളുടെ കൈയെടുത്ത് മാറ്റി ആ കൈയിൽ ചുണ്ടമർത്തി തൻ്റെ കൈയുമായി കോർത്ത് പിടിച്ചു. താങ്ക്സ്, അവളുടെ കാതോരം സ്വകാര്യം പോലെ അവൻ പറഞ്ഞു. ഗ്രൗണ്ടിൽ എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടാവണം. ഞാൻ കാത്തിരിക്കും. 3 കളിയിലും ജയിച്ചു ഞാൻ നിൻ്റെ മുന്നിൽ വരും. അന്നേരം ഞാനത് പ്രതീക്ഷിക്കും കേട്ടോ. ഈ മുത്തുകവേ. അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ അവൻ മുഖമിട്ടിറസി. അവൻ്റെ താടി രോമങ്ങൾ അവളുടെ കവിളിൽ ആഴ്ന്നിറങ്ങി അവളിൽ സുഖമുള്ള നോവുണർത്തി. ആ നിമിഷം അവളുടെ കണ്ണുകൾ അറിയാതെ കൂമ്പി അടഞ്ഞു പോയിരുന്നു. ഇരുവരും അറിയാതെ ഈ രംഗങ്ങൾ ആരോ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. പവി കണ്ണു തുറക്കുമ്പോൾ അരികിൽ സിദ്ധു ഇല്ലായിരുന്നു. അവൾ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയതും വരാന്തയിലൂടെ സിദ്ധു മുന്നോട്ട് നടക്കുന്നുണ്ട്. പവിയുടെ കൈകൾ തൻ്റെ കവിളിലേക്ക് നീണ്ടു. ആ നിമിഷം തന്നെയാണ് അവൻ തിരിഞ്ഞു നോക്കിയതും. അവൾ പെട്ടെന്ന് തൻ്റെ കൈ പിൻവലിച്ചു. മുഖം തിരിഞ്ഞു നിന്ന് തൻ്റെ നാക്ക് കടിച്ചു. അതിനിടയിൽ അവൻ പോയോ എന്നറിയാൻ വേണ്ടി പവി ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയതും അവൻ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കുന്നുണ്ട്. നടത്തത്തിനിടയിൽ അവൾക്കൊരു ഫ്ലൈയിങ് കിസ് കൂടി അവൻ സമ്മാനിച്ചു. അതിനിടയിലാണ് കുസുമ മാഡം എതിർദിശയിലൂടെ വരുന്നതും. സിദ്ധുവിൻ്റെ പ്രവർത്തികളൊക്കെയും അവരെ കാണുന്നുണ്ട്. പവി എന്തെങ്കിലും പറയും മുമ്പേ സിദ്ധു കുസുമത്തിനെ തട്ടി അവരുടെ കയ്യിലെ പേപ്പേഴ്സൊക്കെയും താഴെ വീണു. സിദ്ധു ഒരു സോറിയും പറഞ്ഞ് പേപ്പേഴ്സൊക്കെയും പെറുക്കി കൊടുത്തു. അന്നേരം കുസുമ അവനൊന്ന് ഇരുത്തി നോക്കി. നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കുസുമം ചെറുചിരിയാലെ മുന്നോട്ട് നടന്നു. അതിനിടയിൽ പവിയൊന്ന് നോക്കാനും അവർ മറന്നില്ല. പവി, നീ ഇതെവിടെയായിരുന്നു? വാ, നമുക്കേ അങ്ങോട്ട് പോവാം. എടി, എന്തോരം ചെക്കന്മാരവിടെ ഇല്ലെന്നറിയോ? കളി നോക്കിയില്ലേലും സാരമില്ല, നമുക്കേ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് വായി നോക്കാം, ചില്ലു പറഞ്ഞു. ഹേയ്, ഞാനൊന്നുമില്ല, എനിക്ക് കളി കാണണം. പവി അത് പറഞ്ഞതും ചില്ലു അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. നമ്മുടെ ഷാനു കളിക്കുന്നുണ്ട്, നീ അത് മറന്നാ? പവി പറഞ്ഞൊപ്പിച്ചു. അത് ഉച്ചയ്ക്കാണത്രേ. ആദ്യം സിംഗിൾസ് അല്ലേ? അല്ല, മോൾക്ക് ക്യാമകൻ്റെ കളി കാണാൻ നല്ല പൂതിയുണ്ടല്ലേ? അതങ്ങ് പറഞ്ഞാൽ പോരെ? ചില്ലു അവളെ കളിയാക്കി. അതെ, നല്ല പൂതിയുണ്ട്. അവൻ തോൽക്കുന്നതേ എനിക്ക് കാണണം. നീ വരുന്നുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് പവി മുന്നോട്ട് നടന്നു. എനിക്ക് ചിലതൊക്കെയും മനസ്സിലാവുന്നുണ്ട് മോളെ. പിന്നെ എന്തിനായി ജാടാ? ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയണം. നീ ഒന്ന് പോയ ചില്ലു, എനിക്ക് ആരോടും ഇഷ്ടമൊന്നുമില്ല. നീ പെട്ടെന്നൊന്ന് വന്നേ എന്ന് പറഞ്ഞ് പവി ചില്ലുവിൻ്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. ചില്ലുവിൻ്റെയും പവിയുടെയും സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് ഓങ്കാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ്റെ മുഖം അന്നേരം വലിഞ്ഞു മുറുകിയിരുന്നു. ഗ്രൗണ്ടിനരികിലെത്തിയ പവി ഗാലറിയുടെ മുൻനിരയിൽ തന്നെ ഇരുന്നു. ഉദ്ഘാടന ചടങ്ങൊക്കെയും കഴിഞ്ഞു. കളി ആരംഭിച്ചു. സിംഗിൾസ് മത്സരമായിരുന്നു ആദ്യം നടന്നത്. GCTയും മറ്റൊരു കോളേജും തമ്മിൽ നടന്ന മത്സരത്തിൽ GCTക്ക് വേണ്ടി കളിക്കാൻ ഇറങ്ങിയത് സിദ്ധു ആയിരുന്നു. സിദ്ധുവിൻ്റെ കണ്ണുകൾ ആദ്യം എത്തിയത് പവിയിലായിരുന്നു. അവൾ അവിടെ കണ്ടപ്പോൾ അവന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം അതവൻ്റെ കളിയിലും കാണാൻ പറ്റിയിരുന്നു. ഏറിയ നെഞ്ചിടിപ്പോടെയാണ് അവൾ ആ കളി മുഴുവനും കണ്ടു തീർത്തത്. ആ കളിയിൽ സിദ്ധു ജയിച്ചപ്പോൾ അവൾ തൻ്റെ ഉള്ളിലെ സന്തോഷം പ്രകടിപ്പിച്ചില്ല. അങ്ങനെ ക്വാർട്ടർ, സെമി ഫൈനൽ, ഫൈനൽ എന്നീ മത്സരങ്ങൾ ജയിച്ചു. സിദ്ധു സിംഗിൾസിൽ ചാമ്പ്യനായി. പിന്നീട് ഡബിൾസിൽ GCTക്ക് വേണ്ടി കളിച്ചത് ജീവയും സിദ്ധുവായിരുന്നു. അതിലും GCT വിജയിച്ചു. എല്ലാവരെയും പോലെ അന്നേരം പവിയും കൈയടിച്ചും വിസിലടിച്ചും അവരുടെ വിജയം ആഘോഷിച്ചു. അത് കാണവേ സിദ്ധുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ ചിലർക്കത് അത്രയും ദഹിച്ചില്ല. ഉച്ചയ്ക്ക് ശേഷമാണ് ബാക്കി മത്സരങ്ങൾ നടന്നത്.
ട്രിപ്പിൾസിൽ മത്സരിക്കുന്നത് സിദ്ധു, ഷാനു, പിന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരു പയ്യനും. അങ്ങനെ വാശിയേറി ഓരോ മത്സരവും ജയിച്ചു GCT ട്രിപ്പിൾസിൻ്റെ ഫൈനലിൽ എത്തിച്ചേർന്നു. ഏകദേശം 5 മണിയോടെ ഫൈനൽ മത്സരം ആരംഭിച്ചു. വാശിയേറിയ മത്സരത്തിൽ ഇരു കൂട്ടരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് ആയതും സ്വന്തം ടീമിലെ മൂന്നാമൻ്റെ കാല് തട്ടി സിദ്ധു ഒന്ന് വീഴുകയും ചെയ്തു. പെട്ടെന്നുള്ള വീഴ്ച ആയതുകൊണ്ട് അവൻ്റെ കാലിൽ നല്ല പരിക്ക് പറ്റി. സിദ്ധു വീണതും മറ്റവൻ്റെ മുഖത്ത് ഒരു തരം ചിരി വിരിഞ്ഞു. കൂടെ ഗാലറിയിലിരിക്കുന്ന ചില മുഖങ്ങളിലും സന്തോഷം നിറഞ്ഞു. അവനാണെങ്കിൽ അറിയാതെ പറ്റിയതാണെന്നും പറഞ്ഞ് സോറിയും പറയുന്നുണ്ട്. സിദ്ധു കുഴപ്പമില്ലെന്നും പറയുന്നുണ്ട്. ഷാനു മറ്റവൻ്റെ മുഖത്തെ ഭാവങ്ങൾ ഒപ്പിയെടുക്കുന്നുണ്ട്. സിദ്ധുവിൻ്റെ ആ വീഴ്ച പവിയെ വല്ലാതെ വേദനിപ്പിച്ചു. ഒരു നിമിഷം അവൻ്റെ അരികിലേക്ക് ഓടിച്ചെല്ലണം എന്നൊരു തോന്നൽ വരെ ഉണ്ടായി. മറ്റവൻ സിദ്ധുവിനെ മനഃപൂർവ്വം വീഴ്ത്തിയതാണെന്ന് തോന്നൽ പവിയിലുണ്ടായി. കളി കുറച്ചു നേരം നിർത്തിവെച്ച് സിദ്ധുവിന് ട്രീറ്റ്മെൻറ്റ് നൽകി. അവന് ശരിക്കും എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. പക്ഷെ അവൻ പിന്മാറാൻ ഒരുക്കമല്ലായിരുന്നു. വേദന കടിച്ചു പിടിച്ചുകൊണ്ട് സിദ്ധു തൻ്റെ കളി തുടർന്നു. ആ കാഴ്ച പവിയുടെ ഹൃദയത്തിൽ തറഞ്ഞുപോയി. അവൻ്റെ വേദന താൻ ഇത്രമേൽ വേദനിപ്പിക്കുന്നുവോ അവൾ ചിന്തിച്ചു. അതിനിടയിൽ എതിർ ടീം ലീഡ് ചെയ്തു തുടങ്ങി. കളി അവസാനിക്കാൻ ഇനി 15 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഇതിനിടയിൽ എന്തും സംഭവിക്കാം. വർദ്ധിച്ചു വന്ന നെഞ്ചൊടിപ്പോടെ അവൾ കളി വീക്ഷിച്ചു. അവളുടെ ഹൃദയം എന്തിനെന്നറിയാതെ വേദനിക്കാൻ തുടങ്ങി. സിദ്ധുവും ടീമും കളി തോൽക്കുമെന്നായപ്പോൾ പവി എഴുന്നേറ്റ് നടന്നു. "നീ ഇതെവിടേക്കാ?" എന്ന് ചില്ലു ചോദിച്ചു. "എനിക്ക് നല്ല തലവേദന, ഞാൻ ലൈബ്രറിയിലുണ്ടാവും" എന്ന് പറഞ്ഞു പവി അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോൾ പിൻനിരയിൽ നന്ദനയും ഉണ്ടായിരുന്നു. പവിയുടെ ആ പോക്ക് കണ്ടപ്പോൾ നന്ദനയുടെ മുഖത്ത് ഒരു തരം ചിരി വിരിഞ്ഞു. ചുണ്ടിൽ വിരിഞ്ഞ ചിരി മറച്ചു പിടിച്ചു നന്ദന കളിയിലേക്ക് ശ്രദ്ധ കൊടുത്തു. "പല്ലവി, കളി അവസാനിക്കാറായില്ലേ? നീ ഇതെങ്ങോട്ടാ?" പവിയുടെ പോക്ക് ശ്രദ്ധിച്ച അർജുനായിരുന്നു അത് ചോദിച്ചത്. എനിക്ക് നല്ല തലവേദന, ഞാൻ ലൈബ്രറിയിൽ പോവുക" പവി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. "മിക്കവാറും ഈ കളിയിൽ സിദ്ധുവിൻ്റെ ടീം തോൽക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കപ്പ് നഷ്ടമാവും. കപ്പ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അവനൊന്ന് തോറ്റു കണ്ടാൽ മതി" എന്നുള്ള അർജുൻ്റെ പറച്ചിൽ കേട്ട് പവിക്ക് അവനോട് ദേഷ്യം തോന്നി. പക്ഷെ പുറത്ത് പ്രകടിപ്പിച്ചില്ല. "ഞാൻ പോട്ടെ, എനിക്ക് തീരെ വയ്യ" എന്നും പറഞ്ഞ് പവി മുന്നോട്ട് നടന്നു. അതിനിടയിൽ ഓമിനെ കാണാനിടയായി. അവനോടും തലവേദനയാണെന്നും താൻ ലൈബ്രറിയിൽ പോവുകയാണെന്നും പറഞ്ഞ് അവൾ മുന്നോട്ട് നടന്നു. ലൈബ്രറിയിലെ ഡെസ്കിൽ തലവെച്ച് കിടക്കുമ്പോൾ പവിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. എന്തിനാ താൻ അവനെയോർത്ത് ഇങ്ങനെ വേദനിക്കുന്നത് അവൾ ചിന്തിച്ചു. ഇത്രയും നാൾ അവന് വേദനിക്കുന്നത് കാണാൻ താൻ ആഗ്രഹിച്ചതല്ലേ, പിന്നെന്താ ഇപ്പം ഇങ്ങനെ? അവൾ സ്വയമേ ചോദിച്ചു. അവളുടെ മനസ്സിൽ സിദ്ധുവിൻ്റെ മുഖം നിറഞ്ഞു നിന്നു. ഒപ്പം അവൻ്റെ കുറുമ്പുകളും. എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. "എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമാണെന്ന്. പിന്നെ എന്തിനായി ചാടാ? നിനക്കിപ്പോഴും എന്നെ വിശ്വാസമില്ല? ഞാൻ നിന്നെ ഇനിയും പറ്റിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ എങ്ങാനും സംഭവിച്ച പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല. സത്യം." അവൻ രാവിലെ പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിൽ നിറഞ്ഞു വന്നു. ഇതേ സമയം ഗ്രൗണ്ടിൽ കളി ആകെ മാറി മറിഞ്ഞു. നേരത്തെ പവി ഇരുന്നിടത്ത് അവളില്ലെന്ന് കണ്ടതും സിദ്ധുവിന് വേദന തോന്നി. സിദ്ധുവിന് ജയിക്കണമെന്നത് വാശിയായി. ആ വാശിയോടെയാണ് അവൻ പിന്നീട് കളിച്ചതും. ഒടുവിൽ 3 പോയിന്റുകൾക്ക് കളി ജയിച്ചു GECT കിരീടം സ്വന്തമാക്കി. പിന്നീട് ആഘോഷ നിമിഷങ്ങളായിരുന്നു. സമ്മാനദാന ചടങ്ങ് കഴിഞ്ഞു. എല്ലാവരും ട്രോഫിയും പിടിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്. തനിക്ക് കിട്ടിയ ബെസ്റ്റ് പ്ലെയർക്കുള്ള ട്രോഫിയുമായി സിദ്ധു ചില്ലുവിൻ്റെ അരികിലെത്തി. പവിയെ തിരക്കിയപ്പോൾ അവൾ ലൈബ്രറിയിലാണെന്ന് ചില്ലു പറഞ്ഞു. താൻ അങ്ങോട്ട് പോയി കണ്ടോളാമെന്ന് പറഞ്ഞു. സിദ്ധു തൻ്റെ ബാഗും തോളിലിട്ട് മുന്നോട്ട് നടന്നു. ഇതേ സമയം തൻ്റെ പിന്നിൽ ആരുടെയോ സാമീപ്യം തിരിച്ചറിഞ്ഞ പവി കണ്ണു തുറന്നു തിരിഞ്ഞു നോക്കിയതും പിന്നിൽ നിൽക്കുന്ന മുഖമൂടിയും ഗ്ലൗസും ധരിച്ച രൂപം. ആ രൂപം കണ്ടതും പവി ഞെട്ടലോടെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റതും ആ രൂപം അവളുടെ വാ പൊത്തിപ്പിടിച്ചു. അവളെ വലിച്ചിഴച്ചുകൊണ്ട് അകത്തെ റൂമിലേക്ക് കൊണ്ടുപോയി. പവി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാളുടെ കൈക്കരുത്തിന് മുന്നിൽ പവിക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഇതേ സമയത്താണ് സിദ്ധു ലൈബ്രറിക്ക് അകത്തേക്ക് വരുന്നത്. പവി അവളെ എവിടെയും കാണാതെ വന്നതും സിദ്ധു തിരിഞ്ഞു നടക്കാനൊരുങ്ങി. അതിനിടയിലാണ് അകത്ത് നിന്ന് എന്തോ വീഴുന്ന ഒച്ച കേൾക്കുന്നത്. ശബ്ദം കേട്ടതും സിദ്ധു അകത്തെ മുറിയിലേക്ക് നടന്നു. "പല്ലവി, പല്ലവി!" അവളെയും വിളിച്ചുകൊണ്ട് സിദ്ധു അകത്തേക്ക് നടന്നു. സിദ്ധുവിൻ്റെ ശബ്ദം കേട്ടതും പവിയുടെ ഉള്ളം സന്തോഷിച്ചു. കണ്ണുകൾ നിറഞ്ഞു. അവൾ അവൻ്റെ കയ്യിൽ കടിച്ചതും അവനൊരു നിമിഷം പിടിവിട്ടു. അന്നേരം പവി സിദ്ധുവിനെ ഉറക്കെ വിളിച്ചു. "സിദ്ധു!" ശബ്ദം കേട്ട ഭാഗത്തേക്ക് സിദ്ധു കൂടി.
സിദ്ധുവിൻ്റെ വരവ് കണ്ടതും അയാളുടെ മുഖത്ത് ദേഷ്യം നുരഞ്ഞു പൊന്തി. അവൻ അവളുടെ ഷർട്ടിൽ പിടിമുറുക്കി ചുവരിലേക്ക് പിടിച്ച് തള്ളി ഓടി രക്ഷപ്പെട്ടു. വീഴ്ചയിൽ അവളുടെ തല ചുവരിൽ ചെന്നിടിച്ചു. സിദ്ധു പവിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി. അതിനിടയിൽ അയാൾ സിദ്ധുവിനെ തള്ളി മാറ്റി ഓടി രക്ഷപ്പെട്ടിരുന്നു. സിദ്ധു പവിയുടെ അരികിലേക്ക് ഓടിച്ചെന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ അവൾക്ക് തല കറങ്ങുന്നുണ്ടായിരുന്നു, കണ്ണുകൾ അടഞ്ഞു പോകുന്നത് പോലെ. പവി, സിദ്ധു അവളെ തൻ്റെ മടിയിൽ കിടത്തി കവിളി തട്ടിക്കൊണ്ട് വിളിച്ചുണർത്താൻ നോക്കി. അവളുടെ ഷർട്ടിൻ്റെ 3 ബട്ടൺസ് പൊട്ടി ഷർട്ട് തുറന്നു കിടക്കുന്നുണ്ട്. അവളത് അറിഞ്ഞതേയില്ല. അവനൊരു പ്രാവശ്യമേ അങ്ങോട്ട് നോക്കിയുള്ളൂ. അകന്ന് മാറിയ ഷർട്ട് അവൻ നേരെ ഇട്ട് കൊടുത്തു. അവൾ നിറഞ്ഞ കണ്ണാലെ അവനെ ഒന്ന് നോക്കി. ആ നിമിഷം അവൻ അവളെ തൻ്റെ നെഞ്ചോടടുപ്പിച്ചു. നിമിഷങ്ങൾ കടന്നുപോയി. അവൻ അവളെ താങ്ങി പിടിച്ചു നേരെ ഇരുത്തി. അതിനിടയിൽ ഡോർ ആരോ പുറത്തു നിന്ന് പൂട്ടിയത് അവരറിഞ്ഞതേയില്ല. നെറ്റിയിടിച്ചതിനാൽ അവളുടെ നെറ്റിയുടെ ഭാഗത്ത് കരിനിഴലിച്ച് ചെറുതായി പൊങ്ങി വന്നിട്ടുണ്ട്. അവൻ തൻ്റെ 2 കൈയും കൂട്ടിയുരസി അവളുടെ നെറ്റിയിൽ വെച്ച് കൊടുത്തുകൊണ്ടേയിരുന്നു. തൻ്റെ ബാഗിൽ നിന്നും വെള്ളം എടുത്ത് അവൾക്ക് കുടിക്കാൻ കൊടുത്തു. അവൻ്റെ പ്രവൃത്തി അവളിൽ അത്ഭുതം നിറച്ചു. ആ നേരത്താണ് അവൾ തൻ്റെ ഷർട്ട് തുറന്നു കിടക്കുന്നത് അറിയുന്നത് പോലും. അവൾ ധൃതിയിൽ ഷർട്ട് കൂട്ടിപ്പിടിച്ചു ചമ്മലോട് അവനെ നോക്കിയപ്പോൾ ഞാനൊന്നും കണ്ടില്ലേ എന്ന ഭാവത്തിൽ അവൻ ഇരിപ്പുണ്ട്. ആരായിരുന്നു അത്? സിദ്ധു ചോദിച്ചു. എനിക്കറിയില്ല. സിദ്ധുവിൻ്റെ ചോദ്യത്തിന് അവൾ മറുപടി നൽകി. നീ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നേ? അവൻ ചോദിച്ചു. എനിക്ക് ഇരിക്കാൻ തോന്നി, അതുകൊണ്ടാ. അല്ല, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അവൾ തിരിച്ചു ചോദിച്ചു. ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നതാ. എന്നെയോ? ദേ, ഇത് നിനക്ക് കാണിച്ച് ആ മുത്തുകങ്ങ് ചൂടോടെ വാങ്ങിക്കാൻ എന്നും പറഞ്ഞ് സിദ്ധു തൻ്റെ ബാഗിലിരിക്കുന്ന ട്രോഫി അവൾക്ക് കാട്ടിക്കൊടുത്തു. തങ്ങൾ ജയിച്ച കാര്യം അവൻ അവളെ അറിയിക്കുകയും ചെയ്തു. പവി വിടർന്ന കണ്ണുകളോടെ ആ ട്രോഫി വാങ്ങിച്ചു. അതിലൂടെ ഒന്ന് വിരലോടിച്ചു. ശേഷം അവൾ അതിൽ തൻ്റെ ചുണ്ട് ചേർത്തു. അത് ശരി, എനിക്ക് കിട്ടേണ്ട ചുമ്പൻ അടിച്ചു മാറ്റിയിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? കള്ള ട്രോഫി എന്നും പറഞ്ഞ് സിദ്ധു ആ ട്രോഫി അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി തൻ്റെ ബാഗിൽ കുത്തി തിരുകി. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾക്ക് ചിരിയാണ് വന്നത്. കയ്യിൽ സേഫ്റ്റി പിന്നുണ്ടെങ്കിൽ ആ ഷർട്ടിൽ കുത്തിയേക്ക് എന്നുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് അവൾക്ക് ചമ്മൽ തോന്നി. തൻ്റെ കയ്യിൽ പിന്നില്ലെന്ന് അവൾ മറുപടി പറഞ്ഞു. എന്നാ എഴുന്നേക്ക്, വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ സിദ്ധു ഡോറിനരികിലേക്ക് നടന്നു. അന്നേരമാണ് ഡോർ പുറത്തു നിന്ന് പൂട്ടിയിരിക്കുന്ന കാര്യം അവൻ അറിയുന്നത്. അവനത് പവിയോട് തുറന്നു പറഞ്ഞതും അവളുടെ ഉള്ളിൽ ഭയം ഉടലെടുത്തു. 2 പേരുടെ കയ്യിലും ഫോണില്ലായിരുന്നു. സിദ്ധുവിൻ്റെ ഫോൺ അബിയുടെ കയ്യിലായിരുന്നു. പവിയുടെ ഫോൺ ചില്ലുവിൻ്റെ ബാഗിലും. അതിനാൽ ആരെയും വിളിച്ച് കാര്യങ്ങൾ പറയാനും പറ്റിയില്ല. പുറത്ത് കടക്കാൻ ഒരു വഴിയില്ലെന്ന് കണ്ടതും ഇരുവരും ടെൻഷനോടെ അവിടെ ഒരു ഭാഗത്ത് വന്നിരുന്നു. ഇതേ സമയം പവിയെ അന്വേഷിച്ചു ചില്ലു ലൈബ്രറിയിലേക്ക് നടക്കാൻ നേരം ലൈബ്രറി പൂട്ടിക്കിടക്കുന്നതാണ് കാണുന്നത്. അവൾ സിദ്ധുവിനെ അന്വേഷിച്ചു അവൻ്റെ കൂട്ടുകാരുടെ അരികിലേക്ക് ചെന്നു. അവരും സിദ്ധുവിനെ അന്വേഷിച്ചു നടക്കുമായിരുന്നു. സിദ്ധുവും പവിയും ഒരുമിച്ച് പോകുന്നത് കണ്ടുവെന്ന് ആരോ പറയുന്നത് കേട്ടതും ചില്ലു വീട്ടിലേക്ക് തിരിച്ചു. തന്നോട് പറയാതെ പവി പോയതിൽ ചില്ലുവിന് നല്ല വിഷമവും തോന്നി. സിദ്ധു പോയി കാണും എന്ന ധാരണയിൽ കൂട്ടുകാർ അവിടെ നിന്ന് മടങ്ങി. പിന്നാലെ ഓരോരുത്തരായി കോളേജിൽ നിന്ന് പോയി തുടങ്ങി. അവസാനം ഗേറ്റും പൊട്ടി വാച്ച്മാൻ കീയും പോക്കറ്റിലിട്ടു. പവി എവിടെയെന്ന് വീട്ടുകാരന്വേഷിച്ചപ്പോൾ എന്തൊക്കെയോ കള്ളം പറഞ്ഞ് ചില്ലു ഒരുവിധം രക്ഷപ്പെട്ടു. രാത്രി 8 മണിയായിട്ടും പവിയെ കാണാത്തതുകൊണ്ട് ചില തേജയെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് സിദ്ധു ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ലെന്നും അവൻ്റെ ഫോൺ അബിയുടെ കയ്യിലാണെന്ന കാര്യവും അവൻ ചില്ലുവിനോട് പറയുന്നതും. തങ്ങൾ കോളേജ് വരെ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞു തേജ കോൾ കട്ട് ചെയ്തു. തേജ അബിയെയും ജിയുയെയും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു കോളേജിലേക്ക് തിരിച്ചു. ഇതേ സമയം കോളേജ് ലൈബ്രറിയിൽ സിദ്ധുവും പവിയും ഇരുവരും ലൈബ്രറിയുടെ തറയിൽ ഇരുന്നിട്ടുണ്ട്. മുറി മുഴുവൻ ഇരുട്ടായതിനാൽ തൊട്ടരികിലെ ജനാല തുറന്നിട്ടുണ്ട്. ജനാലയിലൂടെ അകത്തേക്ക് വരുന്ന കാറ്റും നിലാവെളിച്ചവും ഇരുവരിലും നേരിയ ആശ്വാസം നിറച്ചു. എനിക്കെൻ്റെ അമ്മയെ കാണണം എന്നുള്ള പവിയുടെ പറച്ചിൽ കേട്ടിട്ടും സിദ്ധു ഒന്നും മിണ്ടിയില്ല. നിനക്ക് ചെവി കേട്ടൂടെ? എനിക്കെൻ്റെ അമ്മയെ കാണണമെന്ന്. അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനാ? ഇപ്പം എന്തായാലും പറ്റില്ല, നേരം വെളുക്കട്ടെ, എന്നിട്ട് എന്തേലും വഴിയുണ്ടോയെന്ന് നോക്കാം, സിദ്ധു അല്പം കനപ്പിച്ചു പറഞ്ഞു. ദൈവമേ, അതുവരെ ഇതിനകത്തിരിക്കാനോ? എനിക്ക് വയ്യ. നീ ഒരുത്തനാ ഇതിനൊക്കെയും കാരണം. ഞാൻ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ? അത് പിന്നെ നീ കളിയിൽ തോൽക്കുന്ന കാണാൻ വയ്യാത്തപ്പോഴല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ പറ്റിയത്? പവി ചുണ്ട് പിളർത്തിക്കൊണ്ട് പറഞ്ഞു. അത് പറ, അപ്പം അതായിരുന്നു കാരണം. നിനക്ക് അന്നേരം ഇങ്ങോട്ട് മാത്രമേ കെട്ടിയെടുക്കാൻ കണ്ടുള്ളൂ. വല്ല മറച്ചുവട്ടിലും പോയിരിക്കായിരുന്നില്ലേ? ഇതിപ്പോൾ ഞാനും പെട്ടില്ലേ? എൻ്റെ വീട്ടിലുണ്ട് അമ്മ,
അത് നീ ഓർക്കണം. സിദ്ധു പറയുന്നത് കേട്ടതും പവി പിന്നെ ഒന്നും മിണ്ടിയില്ല. നീ വിഷമിക്കാതെ, നമ്മളെ കാണാനില്ലെന്ന് പറയുമ്പോൾ നമ്മളെ അന്വേഷിച്ചു അവന്മാർ എന്തായാലും ഇങ്ങോട്ട് വരും. സിദ്ധു അവളെ സമാധാനിപ്പിച്ചു. പവി, അവൻ വിളിച്ചിട്ടും പവി വിളി കേട്ടില്ല. ഡി, അവൻ വീണ്ടും വിളിച്ചു. എന്താ? നീ എൻ്റെ കാലൊന്ന് തിരുമ്മി തരുമോ? എനിക്കും വയ്യ. പ്ലീസ് ഡി, നല്ല വേദന, അതുകൊണ്ടല്ലേ. നിന്നോട് ഞാൻ പറഞ്ഞാ വീഴാൻ? വേദനയാണ് പോലും. അവൻ എവിടെ നിന്ന് കിട്ടി? കൊള്ള റാസ്കൽ. അവൻ വേണോന്ന് വെച്ച് തന്നെയാ നിന്നെ വീഴ്ത്തിയ. ഞാനത് വ്യക്തമായി കണ്ടതാ. നീ ഇങ്ങനെ എല്ലാവരെയും കണ്ണും പൊട്ടി വിശ്വസിച്ചോ? ചുറ്റിലും ശത്രുക്കളാ. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ അരികിലേക്ക് നീങ്ങിയിരുന്ന് അവൻ്റെ കാല് പതിയെ മസാജ് ചെയ്യാൻ തുടങ്ങി. അവളുടെ പറച്ചിലും പ്രവൃത്തിയും അവനിൽ ചിരി പടർത്തി. അവൾ കാല് തടവിക്കൊടുക്കുമ്പോൾ സിദ്ധുവിന് ശരിക്കും ആശ്വാസം തോന്നി. അവൻ അവളുടെ പ്രവൃത്തികൾ വീക്ഷിച്ചുകൊണ്ട് തറയിലേക്ക് ചാഞ്ഞു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് കൂടെ അലഞ്ഞു നടക്കുന്നുണ്ട്. അതിനിടയിൽ അവൾ തൻ്റെ ഷർട്ടിൻ്റെ ബട്ടണ് പൊട്ടിയ കാര്യം മറന്നിരുന്നു. ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ തുറന്നു കിടക്കുന്ന അവളുടെ ആ ഷർട്ടിൻ്റെ ആ ഭാഗത്തെത്തി. അവന് നേരെ കുനിഞ്ഞു നിൽക്കുന്നതിനാൽ എന്തൊക്കെയോ അവന് കാണാമെന്നായി. അറിയാതെ അവൻ്റെ കണ്ണുകൾ അവിടെ മാത്രം ഒതുങ്ങി നിന്നു. കാലിൽ ശ്രദ്ധിച്ചു തടവുന്ന പവിയുടെ ശ്രദ്ധ ഒരു നിമിഷം അവനിലേക്ക് നീണ്ടു. അവൻ്റെ കണ്ണുകളുടെ ദിശ പോകുന്ന വഴി തിരിച്ചറിഞ്ഞ പവിയുടെ മുഖം വീർത്തു. ആ നിമിഷം അവൾ അവൻ്റെ കാൽവിരലിലെ നൊട്ടയടിച്ചു. അവനെ വേദനിപ്പിച്ചു. അവൻ വേദന കൊണ്ട് നിലവിളിച്ചു. അവളെ നോക്കിയതും അവൾ അവനെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട്. വൃത്തികെട്ടവൻ എന്നും പറഞ്ഞ് ഷർട്ട് കൂട്ടിപ്പിടിച്ചു. മുഖം തിരിച്ചിരുന്നതും അവന് ചിരി വന്നു. എന്നായാലും ഞാൻ കാണേണ്ടതല്ലേ അതൊക്കെ എന്നല്ല അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ അവൻ്റെ കയ്യിൽ അമർത്തി കടിച്ചു. അവനെ വേദനിപ്പിച്ചു. അന്ന് തൊട്ടു ഇപ്പം കണ്ടു എന്നല്ല അവൻ്റെ പറച്ചിൽ അവളെ ദേഷ്യം കയറ്റി. അവൻ്റെ പുറം നോക്കി ഒരു കുത്തു കൊടുത്തു. ശേഷം അവനിൽ നിന്നും കുറച്ച് അകലം പാലിച്ചിരുന്നു. ആ നേരത്താണ് ജനാലയിൽ കൂടി ഒരു കുഞ്ഞു വവ്വാല് അകത്തേക്ക് വരുന്നത്. വവ്വാൽ പവിയുടെ ദേഹത്ത് തട്ടിയത് അവൾ ഒരുതരം നിലവിളിയോടെ സിദ്ധുവിൻ്റെ മടിയിൽ കയറി കുത്തിയിരുന്നു. വീണ്ടും വവ്വാൽ അവൾക്കരികിലേക്ക് വട്ടമിടുന്നത് കണ്ടതും പവി അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. എടീ, അതൊരു വവ്വാൽ കുഞ്ഞാ, അതിനിങ്ങനെ പേടിക്കണോ? എനിക്ക് പേടിയാ. കഷ്ടം. നിനക്കത് പറയാം. സിദ്ധു, അത് പോയോ? ഇല്ല. പിന്നെ നിന്റെ തൊട്ടരികിലുണ്ട്. നീയാണ് പുള്ളിയുടെ ടാർഗറ്റ് എന്ന് തോന്നുന്നു. നിപ്പയും കൊണ്ടുള്ള വരവല്ലെന്ന് ആര് കണ്ടു? അയ്യോ എന്നും പറഞ്ഞ് അവൾ അവനെ ഒന്നുകൂടി ഇറുകെ പുണർന്നു. അവളുടെ പ്രവൃത്തിയിൽ സിദ്ധുവിന് ചിരി വന്നു. അവനവളെ ഒന്നുകൂടെ തന്നിലേക്ക് അടുപ്പിച്ചു. കുറച്ചു നേരം ഇരുവരും അതുപോലെ അങ്ങനെ ഇരുന്നു. നമുക്ക് തറയിൽ കിടന്നാലോ? അപ്പോൾ ആള് സ്ഥലം വിട്ടോളും എന്ന് സിദ്ധു പറഞ്ഞതും പവി തലയണക്കി. സിദ്ധു ചിരി കടിച്ചു പിടിച്ചു അവളുമായി തറയിലേക്ക് ചാഞ്ഞു. അതിനിടയിൽ ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞ അവൻ തൻ്റെ ടീഷർട്ട് ഊരി മാറ്റി. അവൻ്റെ ആ പ്രവൃത്തി കണ്ട് അവൾ മിഴിഞ്ഞ കണ്ണാലെ അവനെ നോക്കി. നോ ദുരുദ്ദേശം, അവളുടെ നോട്ടം കണ്ട് അവൻ പറഞ്ഞു. അതിനിടയിൽ ദേ വവ്വാലെന്ന് അവൻ പറഞ്ഞു തീർന്നില്ല. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് കാറ്റ് പോലെ അണഞ്ഞു. ചൂടെടുക്കുന്നുണ്ടെങ്കിൽ നീയും ഷർട്ട് അഴിച്ചു മാറ്റിക്കോ എന്നുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ അവൻ്റെ നെഞ്ചിൽ അമർത്തി കഴിച്ചു. ആ നിമിഷം വവ്വാൽ വട്ടമിട്ട് പറന്നതും അവൾ അവൻ്റെ വയറിലൂടെ കൈയിട്ട് അവനെ ഇറുക്കി പിടിച്ചു. ഇതേ പെണ്ണെ, ഇങ്ങനെ കിടന്നാൽ വല്ലതും സംഭവിക്കും കേട്ടോ. നീ കരുതും പോലെ എനിക്കത്ര കൺട്രോളൊന്നുമില്ല, സിദ്ധു പറഞ്ഞു. എനിക്ക് നല്ല കൺട്രോളാണ്, അത് മതി, പാവി പറഞ്ഞു. നിനക്ക് മാത്രം കൺട്രോൾ ഉണ്ടായാൽ പോരല്ലോ. ഞാൻ നിന്നെ കയറി പീഡിപ്പിച്ചാൽ നീ എന്തു ചെയ്യും? നീ പീഡിപ്പിക്കാനിങ്ങ് വാ, ഞാൻ നിൻ്റെ തലമണ്ട തല്ലി പൊട്ടിക്കും, അവൾ മറുപടി പറഞ്ഞു. ഞാൻ ചുമ്മാ പറഞ്ഞതാ, നീ ഇത് സീരിയസ് ആയി എടുത്തു കളയല്ലേ, ഒരുതരം ഭയത്തോടെ സിദ്ധു പറഞ്ഞു. എന്നാ നിനക്ക് കൊള്ളാം. ഓ എന്തു ഓ? കുന്തം. ഇരുവരും കുറച്ചു നേരം മിണ്ടാതിരുന്നു. പവി, നിനക്കിപ്പോഴും എന്നോട് ഒന്നും തോന്നുന്നില്ലേ? അവൻ്റെ ആ ചോദ്യം കേട്ട് അവളൊന്നും മിണ്ടിയില്ല. പവി, നീ ഉറങ്ങിയോ? ഇല്ല. പിന്നെന്താ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല. ദേ ഇങ്ങോട്ട് നോക്കിക്കേ. വവ്വാല് പോയോ? ശരിക്കും പോയെന്ന്. സിധു, എനിക്ക് പേടിയാ, അതുകൊണ്ടല്ലേ. പോയെന്ന്. നീ ഇങ്ങോട്ട് നോക്കിക്കേ. എന്തിനാ? ഇങ്ങോട്ട് നോക്ക് പെണ്ണെ. സിദ്ധുവിൻ്റെ ആ വിളിയിൽ അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവനെ തന്നെ നോക്കി. ഇരുവരും പരസ്പരം മുഖം കാണുന്ന വിധത്തിൽ കിടന്നിട്ടുണ്ട്. രണ്ടുപേരും കണ്ണുകളിലേക്ക് നോക്കിക്കിടന്നു. സത്യം പറ,
ഇത്രയും തൊട്ടരികിൽ ഇങ്ങനെയൊക്കെ കിടന്നിട്ടും നിനക്ക് എന്നോട് ഒരു വികാരവും തോന്നുന്നില്ലേ? അവളുടെ മുഖത്ത് വീണ് കിടക്കുന്ന മുടിയിഴകൾ മാടി ഒതുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. നിനക്കറിയോ പവി, നിന്നെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കെന്താ തോന്നുന്നതെന്ന്? നിനക്ക് പലതും തോന്നുന്നുണ്ടാവും, പവി പറഞ്ഞു. ഹേയ്, നീ കരുതും പോലെ ഒന്നും തോന്നുന്നില്ല. പിന്നെ നിലാവുള്ള ഈ രാത്രിയിൽ നല്ല കുളിർ കാറ്റും കൊണ്ട് നമ്മുടെ ആ വാഗച്ചോട്ടിൽ നിന്നെയും ചേർത്ത് പിടിച്ചിങ്ങനെ ഇരിക്കാൻ തോന്നുക. ആ നിമിഷം നമുക്ക് കൂട്ടായി ആകാശത്തിലെ നക്ഷത്രങ്ങളുണ്ടാവും. നമ്മുടെ ക്യാമ്പസിലെ ഓരോ മണൽത്തരികളും നമ്മുടെ പ്രണയത്തിന് സാക്ഷ്യം വഹിക്കും. കേൾക്കാൻ സുഖമൊക്കെയുണ്ട്. എന്നിട്ടെന്താ, കുറേ നേരം അങ്ങനെ ഇരിക്കും. നീ വേണേ നിന്റെ പ്രണയം അവിടെ വെച്ച് എന്നോട് തുറന്ന് പറഞ്ഞു. എന്നിട്ടെന്താ, നീ എനിക്ക് അവിടെ വെച്ച് ഒരു ഫ്രഞ്ച് കൂടി തരുന്നു. ഓ, എന്നിട്ട് കുന്തം, നീ ഒന്ന് പോയ പവി. മനുഷ്യനൊന്ന് റൊമാൻറ്റിക് ആവാനും സമ്മതിക്കില്ല. സിദ്ധു അവളിൽ നിന്ന് നോട്ടം മാറ്റി അവളിൽ നിന്ന് കുറച്ച് അകലം പാലിച്ച് മലർന്നു കിടന്നു. അവൻ്റെ കിടത്തം കണ്ടതും അവൾക്ക് ചിരി വന്നു. അവൾ ചരിഞ്ഞു കിടന്നു അവൻ്റെ കിടത്തം നോക്കി നിന്നു. അവൻ്റെ മുഖത്ത് കൂടെ അവളുടെ കണ്ണുകൾ ഒഴുകി നടന്നു. അവൻ്റെ ആ ദൃഢമായ ശരീരത്തിലൂടെ അവളുടെ കണ്ണുകൾ ഒഴുകി നടക്കുന്നുണ്ട്. അവൾ അവനരികിലേക്ക് നീങ്ങിക്കിടന്നു. അന്നേരം അവൻ അവളെ ശ്രദ്ധിച്ചതേയില്ല. ഇതേ സമയം പവിയെയും സിദ്ധുവിനെയും അന്വേഷിച്ചു തേജയും അഭിയും ജീവയും കോളേജിലേക്ക് തിരിച്ചു. കോളേജിൻ്റെ മുറ്റത്തെത്തിയപ്പോഴാണ് പോലീസ് അങ്ങോട്ട് വരുന്നത്. സംശയാസ്പദമായി അവരവിടെ കണ്ടതും പോലീസ് കാര്യം തിരക്കി.